സത്യത്തിൽ ഈ വറവാണ് കേട്ടോ ചക്കത്തോരന് ഇത്രയും രുചി തരുന്നത്. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചക്കത്തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുള്ളധികം അകന്നു പോവാത്ത ചക്കയാണ് കേട്ടോ ചക്കത്തോരൻ എടുക്കുന്നത്. അതായത് ചുള ചെറുതായിട്ട് വളർന്നു തുടങ്ങിയ ആ ചക്കയില്ലേ, ആ പരുവത്തിലുള്ള ചക്ക വേണം ചക്കത്തോരന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതേപോലെ വട്ടത്തിലരിഞ്ഞ് ഒന്ന് സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റി എടുക്കാം. ഈ സമയത്ത് ചക്ക ചെറിയ പീസായിട്ട് അരിയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഒന്ന് സ്റ്റീം കയറി കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ചക്ക വേകുന്ന സമയം കൊണ്ട് തേങ്ങ, ഒരു 5-6 ചെറിയുള്ളി, ഒരു 8 അല്ലി വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, അത് എരിവിന് ആവശ്യം പോലെ ഇടാം, കുറച്ച് ജീരകവും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. അരഞ്ഞു പോകണ്ട, ചതച്ചെടുത്താൽ മതി. ഈ ചതച്ചെടുത്ത തേങ്ങ ഒരു ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചക്കയിൽ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ചക്ക പെട്ടെന്ന് വേകും. ഒരു കത്തി ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചക്ക നമുക്ക് ഇതേപോലെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി തുടങ്ങുമ്പോൾ നമുക്ക് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം. ചൂടാറിയിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞു വയ്ക്കാം. ഇപ്പം അത്യാവശ്യം ചക്ക ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ജസ്റ്റ് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ് നേരത്തേക്ക് മിക്സി ഒന്ന് റൺ ചെയ്താൽ മതി. അത്രയും മതി, ചക്ക ഒന്ന് പൊടിഞ്ഞു കിട്ടും. കണ്ടോ, അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈ രീതിയിൽ പൊടിഞ്ഞു കിട്ടും. ഇനി ഇത് ആ തേങ്ങയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. നാര് പോലെ നല്ല രസത്തിലായിട്ട് ചക്ക കിട്ടിയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. ഇപ്പം നമ്മൾ എല്ലാ ചക്കയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചക്കത്തോരന് ആവശ്യമുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലായിടത്തും ഇങ്ങനെ മിക്സ് ആവട്ടെ. അതുവരെ നമുക്കിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. മിക്സ് ചെയ്ത് ഈ ചക്കക്കൂട്ട് നമുക്കിനി ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക്, ഇപ്പോൾ ചേർത്തേക്കുന്ന ഉഴുന്നാണ്, വറ്റൽമുളക്, ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വറവെടുക്കാം. ഇത് വറുത്തതാണ് ചക്കക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തേക്ക് എണ്ണയൊക്കെ ഒന്ന് ശരിക്കും ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് ഗ്യാസ് ഓണാക്കി കൊടുത്ത് വേണം മിക്സ് ചെയ്യാൻ. ഇതൊന്ന് ഇതേപോലെ തട്ടിപ്പൊത്തി വെച്ച് നമുക്കൊരു അടപ്പ് കൊണ്ട് മൂടി വയ്ക്കാം. ചെറിയ രീതിയിൽ ആവി കയറി ആ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇപ്പം ഞാൻ ആവി കയറ്റാൻ വെച്ചിട്ട് ഒരു 3 മിനിറ്റായി. ആവി കയറിയിട്ടുണ്ട്. തേങ്ങയൊക്കെ നന്നായിട്ട് വെന്തു. ഒന്നിൽ തൊടാണ്ട് നല്ല രീതിയിലുള്ള ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഉഴുന്നൊക്കെ ഇടയിൽ കടിക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല രസമാണ്. ചക്കത്തോരൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ കൂട്ടുന്ന ഒരു സാധനമാണ് ഉഴുന്ന്. എല്ലാവരും കടുക് വറക്കുമ്പോൾ ഉഴുന്നും കൂടെ ചേർത്ത് കടുക് വറക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്